അപ്പൊ വേടൻ വലിയ ഫേമസ് ആവണതിന് മുന്നെയാണ് 5 തവണ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കാര്യം വന്നിട്ടുള്ളത്. ഇത് എന്ന് വെച്ചാൽ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ, അത് അതിന്റെ നിയമവഴിക്ക് പോകേണ്ടതിന് പകരം വലിച്ചിട്ടങ്ങ് അലക്കുകയാണ്. ഇതില് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു തെറ്റുകാരനാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ പരാതി കൊടുത്തപ്പോൾ അതിലെല്ലാം കഴമ്പുണ്ടെന്ന് കരുതുന്നുണ്ടോ? ശ്രീപ്രിയ, ഇപ്പൊ ഈ അടുത്ത ദിവസത്തേക്ക് ഏറ്റവും വലിയ ചർച്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അതിലിപ്പോ ഈ സോഷ്യൽ മീഡിയയിലും ചാനലും എല്ലാം രണ്ട് വിഭാഗമായിട്ടാണ്. കുറെ പേർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും കുറെ പേർ പ്രതികൂലിക്കുന്നവരാണ്. ഇപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ നമ്മളിപ്പോ പരിശോധിച്ചാല് CPM-ന്റെ നിരവധി ആൾക്കാർ പീഡന കേസുകൾ വരികയും കുറ്റപത്രം സമർപ്പിക്കുകയും പീഡന കേസ് അല്ലാത്ത അഴിമതി കേസുകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടാവുകയും സ്വർണ്ണക്കൊള്ള അതൊക്കെ വരുമ്പോ പോലും അവരുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നത് കുറ്റം തെളിയിക്കപ്പെടട്ടെ, അപ്പോൾ പാർട്ടി നടപടി എടുക്കാമെന്ന് പറയുകയും തൊട്ടടുത്ത നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയും. ഇവിടെ ഇപ്പോഴാണ് പരാതിയെങ്കിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പരാതിയുടെ മെറിറ്റ് എന്താണ്, അന്വേഷണത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇപ്പോ ആ യുവതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് തെളിയിക്കാനുള്ളത് എന്നൊക്കെ ഉള്ളതൊക്കെ ഇനി കിടക്കുന്നതേ ഉള്ളൂ പ്രോസസ്സ്. പക്ഷെ അതേസമയം ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം. പക്ഷെ കോൺഗ്രസ് അതിനൊരു മാതൃകയായിരുന്നു. ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ, ഇപ്പൊ കോൺഗ്രസിലെ എല്ലാവരും പരിശുദ്ധരാണെന്നല്ല, ഇതിനു മുന്നേ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെടുത്ത് പറയാവുന്നതിൽ തന്നെ അവരെല്ലാം നിയമത്തിന് വിധേയരായി തന്നെയാണ് അതിനെ നേരിട്ടിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം അതിനെല്ലാം അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും അറസ്റ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്നു. ഇവിടെ പക്ഷെ അതിനൊക്കെ ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഇന്ന് അറസ്റ്റ് ചെയ്യോ നാളെ അറസ്റ്റ് ചെയ്യോ, അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലേ എന്ന മട്ടിലായിരുന്നു ഈ ശബരിമല കൊള്ള കേസിൽ N. വാസുവിനെയും പത്മകുമാറിനെയും എല്ലാം അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ ഇതെന്തൊന്നും ചെയ്യുന്നില്ലേ എന്ന് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും പറയുന്നു അവർക്കെതിരെ പാർട്ടി നടപടി എടുക്കില്ല എന്ന്. പിന്നെ ഇനിയിപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് വരുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നിടത്ത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ പലരും പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ഈ പരാതികളൊന്നും ഇതുവരെ പറഞ്ഞതിലൊന്നും ആ യുവതികൾ നേരിട്ട് പരാതി പറഞ്ഞിട്ടില്ല. വാലും തുമ്പും ചാറ്റും ഓഡിയോയും ഒക്കെ വെച്ച് ചില ചാനലുകാരുടെ ആഘോഷം മാത്രമായിരുന്നു, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു ആൾക്കെതിരെ ഒരു പരാതി ഉണ്ട്, സാധാരണഗതിയിൽ നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ ഒരു പരാതിയോ അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിന്റെ FIR-ന്റെ കോപ്പി വെച്ചിട്ട് FIR നോക്കിയിട്ടാണ് അതിനെക്കുറിച്ച് വാർത്ത കൊടുക്കുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവർ ഒരു ഫോൺ റെക്കോർഡും ഒരു ചാറ്റ് ഹിസ്റ്ററിയും വെച്ചിട്ട് അങ്ങ് ആഘോഷിക്കുകയായിരുന്നു കഴിഞ്ഞ 3 മാസമായിട്ട്. അപ്പോ ശ്രീപ്രിയ എന്താണ് കരുതുന്നത്? ഇതില് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു തെറ്റുകാരനാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ പരാതി കൊടുത്തപ്പോൾ അതിലെല്ലാം കഴമ്പുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇപ്പൊ പറയുകയാണെങ്കിൽ നേരത്തെ ഈ ഒരു സബ്ജക്ട് വന്ന് നമ്മൾ ഒന്ന് ഒതുക്കി തീർത്ത് വീണ്ടും പുതിയ പരിപാടികളിലേക്ക് വന്നിരുന്നതായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള്. ഇപ്പൊ വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വീണ്ടും കൂടി വന്നതുകൊണ്ട് അതൊന്ന് മറച്ചു വെക്കാനായിട്ടായിരിക്കും വീണ്ടും 9-ാം തീയതി ഇലക്ഷൻ ആണ്. അതെ. അപ്പൊ അതിൽ നിന്നും ഒരു എന്താ പറയാ, ആ ഒരു വിഷയത്തെ ഒന്ന് മാറ്റി നിർത്തി ഇവരൊന്ന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ന്യൂസ് വീണ്ടും കൊണ്ടുവന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇത്തരം ഈ ഗർഭം, അവിഹിതം, ബലാത്സംഗം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ അധികം താല്പര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വിദേശത്തുള്ള ഒരു സുഹൃത്ത് എനിക്കൊരു വോയിസ് മെസ്സേജ്, എന്താണ് ചേച്ചി ഈ ന്യൂസ് ചാനലൊന്നും തുറക്കാൻ പറ്റുന്നില്ലല്ലോ, അതിലെല്ലാം ഇപ്പൊ ഫുൾ ടൈമും ബലാത്സംഗം, 3 തവണ ബലാത്സംഗം ചെയ്തു, ഇങ്ങനെ ഈ വാക്കുകൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയം മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ, നാട്ടിൽ വേറെ ഒരു വാർത്തയും ഇല്ലേ? ഇലക്ഷൻ പോലെ എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു. അങ്ങനെ മുഴുവൻ സമയം ഈ വാർത്ത തന്നെ കൊടുക്കുന്നല്ലോ, എന്തൊരു കഷ്ടമാണിത് എന്ന് പറയുന്നു. ഇത് എന്ന് വെച്ചാൽ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ, അത് അതിന്റെ നിയമവഴിക്ക് പോകേണ്ടതിന് പകരം വലിച്ചിട്ടങ്ങ് അലക്കുകയാണ്. പക്ഷെ അതിലിപ്പോ ഈ പെൺകുട്ടി പരാതി നൽകിയ സ്ഥിതിക്ക് അതിന്റെ ഈ ചർച്ചകൾക്കൊക്കെ പുതിയൊരു മാനം വന്നു. ഇതുവരെ എല്ലാവരും ചോദിച്ചിരുന്നത് പെൺകുട്ടി പരാതി ആർക്കും ഇല്ലല്ലോ, പിന്നെ എന്ത് നടപടിയാണ്, എന്തിനാണ് ഇങ്ങനെ വാർത്തയാക്കുന്നത് എന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകി. അപ്പൊ ഈ പരാതി നൽകുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉണ്ടായിരുന്ന ചർച്ചയിൽ പരാതി നൽകിയപ്പോഴും പലരും പറഞ്ഞു ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രണയം നടച്ചു, രാഹുലാണ് ഇര എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ രാഹുൽ ജാമ്യാപേക്ഷ നൽകിയതിൽ തന്നെ
കൊടുത്തിട്ടുള്ളത് അവൾ വിവാഹിതയായിരുന്നു, ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് സൗഹൃദത്തിലായി, ആശ്വസിപ്പിച്ച ഒരു ബന്ധത്തിലായി, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായി, അങ്ങനെയാണ് അവർ തമ്മിൽ ബന്ധപ്പെടുന്നതും ബാക്കി സംഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. പക്ഷെ അതിൽ ഈ പെൺകുട്ടി പറഞ്ഞതില് ഇപ്പം നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധരല്ല. പക്ഷെ സ്ത്രീകളായാലും ശരി, സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന അനുകൂലമാകുന്ന നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പീഡനങ്ങളിലോ ഒരു ദുരവസ്ഥയിലോ സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു നിയമമാണുള്ളത്. അപ്പൊ ഒരുപാട് പേർ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അവരുടെ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്നതിനായാലും രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കായാലും ഈ പോക്സോ കേസും ഈ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു സാധനവും സംഭവിക്കാൻ പാടില്ല. ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്കും ബാധകമാണ്. ഇത്രയും ആൾക്കാർ അയാളെ വോട്ടിട്ട് ജനപ്രതിനിധിയാക്കി വിടുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ജനങ്ങളോട് കാണിക്കണം, ആ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പൊ അത് അയാൾ കാണിച്ചിട്ടില്ല എങ്കിൽ അയാൾ ശിക്ഷ അർഹിക്കുന്നവൻ തന്നെയാണ്, അത് അനുഭവിക്കുകയും വേണം എന്ന് തന്നെയാണ് എന്റെ മറിച്ച് അഭിപ്രായം ഇല്ലല്ലോ. അതെ. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞത് 4 ദിവസം മാത്രമാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ബന്ധം നിലനിന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ ഇവർ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരിടമാണ് സോഷ്യൽ മീഡിയ. ഇപ്പൊ ഏതൊരു ആഘോഷമായാലും നമ്മുടെ ഇമോഷൻസ് ആയാലും നമ്മുടെ ഒരു മൂഡ് സ്വിങ്സ് എന്നത് ഉൾപ്പെടെ എല്ലാവരും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, എല്ലാം ഫേസ്ബുക്കിൽ ഫോട്ടോ സഹിതം നമ്മൾ പങ്കുവെക്കാറുണ്ട്. അപ്പോ ഈ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ എന്തായിരുന്നു അവരുടെ വിവാഹം. അത് കഴിഞ്ഞിട്ട് ഈ ജനുവരിയിൽ ഇവരുടെ ഒരു യൂത്ത് കലോത്സവത്തിന് ഇവര് രണ്ടുപേരും ചേർന്ന് നിന്നുള്ള ഒരു ഫോട്ടോ ഒരു BJPയുടെ ഒരു ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതാരാണ്? ഈ പെൺകുട്ടിയല്ല, അയാള്, ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഒന്നിച്ചുള്ള ഫോട്ടോ ഒരു കണ്ടന്റോടുകൂടി എഴുതിയിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പെൺകുട്ടി പങ്കുവച്ചിരുന്ന ചില ചിത്രങ്ങളിൽ ഇവർ ഒന്നിച്ചുള്ളത് അതിനുശേഷമുണ്ട്. അപ്പൊ 4 ദിവസം മാത്രം നിലനിന്നിരുന്ന ഒരു ജീവിതമായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഫോട്ടോ മാസങ്ങൾക്ക് ശേഷം അവര് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നോ? ഇല്ല. അപ്പൊ ആ ഒരു വാദം പൊളിയുകയാണ്. അപ്പൊ എന്തായാലും ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയപരമായിട്ടായാലും ശരി, വ്യക്തിപരമായിട്ടായാലും ശരി, കള്ളം പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നുള്ള. പിന്നെ ഇത് ബലാത്സംഗം എന്ന് പറയുന്നു. 3 തവണ ബലാത്സംഗം ചെയ്തു എന്ന്. ഇപ്പോ ഏതെങ്കിലും ഒരു നമ്മൾ നിരവധി കേസുകൾ ഇവിടെ പെൺകുട്ടികളെ കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ച കേസുകൾ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ആ പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാനാവാതെ, അത് അവര് മെന്റലി സ്ട്രോങ് അല്ല, അവർക്കൊരു സോഷ്യലി ഒരു ഇതില്ലാത്ത പാവം പെൺകുട്ടികളെയാണ് അങ്ങനെ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും ഈ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടികൾക്ക് ഒരു ഗ്യാപ്പിൽ ഓടി രക്ഷപ്പെട്ടുകൂടെയെന്ന്. അതായത് ക്രൂരമായ പീഡനത്തിന് ഇരയായി അവശരായി കിടക്കുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്, രക്ഷപ്പെട്ടുകൂടെയെന്ന്. ഇതിപ്പോ അങ്ങനെയുമല്ല. മാധ്യമപ്രവർത്തക എന്ന് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, അപ്പോ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരി, ഒരു തവണ ഉണ്ടായെന്ന് വെച്ചാൽ ശരി, ഓക്കെ. വീണ്ടും ആ ആള് വിളിക്കുമ്പോൾ ഇപ്പൊ പറയുന്നു നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെ അങ്ങനെ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഭീഷണിയെ ഇവർ നേരിടണമായിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ ഇവന്റെ തനിനിറം എന്താണ്, ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ഇതിപ്പോ അതിനേക്കാളും എല്ലാം കൈവിട്ടു പോയില്ലേ? ഇപ്പം പല നിയമവിദഗ്ധരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ 2 പേര് ചേർന്നിട്ട്, ഒരു ഭർത്താവുള്ള സ്ത്രീ അത് മറ്റൊരു പുരുഷനുമായി ഒരു പ്രണയത്തിലാവുക, സിറ്റുവേഷൻഷിപ്പ്, ഇങ്ങനെ പല പേരുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അവിഹിതം എന്നല്ലേ പറയേണ്ടത്? ഇപ്പൊ നമ്മളിപ്പോ എത്രയെന്ന് പറഞ്ഞാലും നമ്മുടെ നാട് ഇത് തന്നെയാണ് ഇല്ലേ? അത് ഒരുപാടങ്ങ് നമ്മള് ഫേസ്ബുക്കും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ മനസ്സെല്ലാം, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ അത് അതിനെ അവിഹിതം എന്ന് പറയുകയും അതൊരു ധാർമ്മികമായ ഒരു നല്ല രീതിയിൽ അല്ല കാണുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ശരിക്കു പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഈ ചാനലുകാർ ഇത്രയും ആക്കിയിട്ട് ആ പെൺകുട്ടിയുടെ അഭിമാനത്തിനെയല്ലേ ഇല്ലാതാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ആ പെൺകുട്ടി ഇത് വളരെ സ്വകാര്യമായി സൂക്ഷിച്ചിരുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ആ പെൺകുട്ടി ഗതികെട്ടിട്ടായിരിക്കും പരാതിയുമായി മുന്നോട്ട് വരും. അതിന് പരാതി അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫോഴ്സ്ഫുള്ളി, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഒരു സംശയം ഉള്ളിൽ തോന്നുന്നുണ്ടോ? അതായത് ഇപ്പൊ ഇതുവരെ ആ പെൺകുട്ടി പരാതിയുമായി വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിലെത്തി ചില ആൾക്കാരെല്ലാം ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെ വരെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിൽ ചില പോസ്റ്റുകൾ കണ്ടായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടിയെ അങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇപ്പം പറയുമല്ലോ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിക്കാൻ പാടില്ല.
അങ്ങനെ ചെയ്താൽ അത് ബലാത്സംഗത്തിന്റെ വകുപ്പിൽ വരുത്തേണ്ടതാണ് എന്നുള്ളതുണ്ട്. ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുകൊണ്ട് അവരെ ആർക്കും കയറി മേയാൻ പറ്റില്ല. അപ്പൊ ഈ പെൺകുട്ടി ഇതിനു മുന്നേ ആരുമായി കോണ്ടാക്ട് ചെയ്തിരുന്നോ, എന്തൊക്കെ ഉണ്ടോ, അവൾക്ക് ഇനി എന്തെല്ലാം സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. അവൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ വ്യക്തിയിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദം ഉയർത്താനും നിയമസഹായം തേടാനുമുള്ള റൈറ്റ് ആ പെൺകുട്ടിക്ക്, ഈ നാട്ടിലെ ഏതൊരു പെണ്ണിനും ഉള്ളതുപോലെ തന്നെ അവർക്കുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR വർക്കുകളായിരിക്കും. PR വർക്കാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പല അവസരങ്ങളിൽ ഞാനും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നേരിട്ട് പരിചയമില്ല, യാതൊരു കടപ്പാടില്ല, അങ്ങനെ ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കുമില്ല. പക്ഷെ എന്നാലും ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ കളി ഉണ്ട് എങ്കിൽ അത് നമ്മൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല. പരാതി ഉണ്ടെങ്കിൽ പെൺകുട്ടി പരാതിയുമായി വരട്ടെ, വന്നാൽ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണം. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ കളി ഒരു ചാനലുകാർ വെറുതെ ഇരുന്ന് ആഘോഷിക്കേണ്ടതല്ല എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അത് PR വർക്കായിരുന്നു. ആ PR വർക്കിന്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടി പരാതിയുമായി എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പലരും പറയുന്നുണ്ട് രാഹുൽ മാന്യനായതുകൊണ്ടാണ് ഈ ചാറ്റുകളുടെ ബാക്കി കാര്യങ്ങൾ പുറത്തുവിടാത്തത് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ചാനലുകാരും ഈ രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നിട്ട് ഒരു സ്ത്രീയുടെ സ്വകാര്യതയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിയും ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതയായെന്ന് മാത്രമല്ലേ പറയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ 3 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് ഇപ്പൊ വേടന്റെ കാര്യത്തിലും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വേടൻ വലിയ ഫേമസ് ആവണതിന് മുന്നെയാണ് 5 തവണ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കാര്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ എന്നൊക്കെ പറയുന്നു, അവര് എന്തുകൊണ്ടായിരിക്കും ഇപ്പോ കേസായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ആ ഒരു കേസിന്റെ കാര്യത്തില് വേടൻ ഒളിവിലായിരുന്നു. ഇപ്പൊ വേടൻ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പൊ ദുബായിൽ എന്തൊക്കെയോ പ്രോഗ്രാംസുമായിട്ട് അല്ല, അത് മാത്രമല്ല സർക്കാരിന്റെ പല പരിപാടികളിലും ഈ ആരോപണങ്ങൾക്ക് ശേഷവും വേടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വേടൻ ഒരു നീതി, രാഹുലിന് വേറൊരു നീതി, അങ്ങനെ അല്ലല്ലോ, അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഇപ്പം ആരായാലും സ്ത്രീകളായാലും ഒരു ഫേക്ക് പരാതിയാണെങ്കിൽ അത് സത്യം പുറത്തു വരണം. മറിച്ച് സ്ത്രീകളെ ഇവർ ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം പുറത്തു വരണം, നിഷ്പക്ഷമായ അന്വേഷണം വരണം. ഇപ്പൊ എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു, പലരും ചോദിച്ചു മുഖ്യമന്ത്രിക്കാണോ പരാതി കൊടുക്കേണ്ടത്, യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കേണ്ടത്? അപ്പൊ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടോ? മുഖ്യമന്ത്രി വിളിപ്പിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, നമ്മൾ തുടരും സിനിമ കണ്ടപ്പോ അതില് മോഹൻലാലിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് അവർ എഴുതി ചേർത്തത് ഇല്ലേ? കേസിൽ എന്തെല്ലാം സ്വന്തം ആ മകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതൊന്നും നടന്നുകൂടായികയില്ല. അപ്പൊ ഇതിൽ എന്താണ് സത്യം, യഥാർത്ഥത്തിലുള്ള സത്യം? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ താഴെ വന്ന ഒരു കമന്റ് ആണ്. അത് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഇട്ട ഏതോ ഒരു പോസ്റ്റിന് താഴെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി. മുമ്പൊരിക്കല് ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നതിനാണെന്ന് തോന്നുന്നു, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ ശിവൻകുട്ടിയോട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ അത് ആരോഗ്യ വകുപ്പ് ബന്ധപ്പെട്ട ആൾക്കാർ പറയും എന്റെ വിഷയമല്ല എന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വളരെ വി കെയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റുകൾ തുരുതുരെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിലെന്തിനാണ് അദ്ദേഹം ഒപ്പം അങ്ങനെ അഭിപ്രായം പറഞ്ഞത്? വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോലെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതിൽ വന്ന ഒരു കമന്റാണ് MLA സ്ഥാനം രാജിവെക്കരുത് രാഹുൽ, കാരണം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരയ്ക്ക് നീതി കിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? കാരണം ഇവരുടെ ലക്ഷ്യം രാഹുലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ രാഹുൽ MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്റൻഷൻ പൂർത്തിയായി, പിന്നെ ഇരയുടെ പരാതി ഒന്നും അവിടെ ഒരു പ്രസക്തമല്ല എന്ന രീതിയിലാണ്. ആ കമന്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു കാര്യം, 9-ാം തീയതി ഇലക്ഷൻ, അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം അതുവരെ ഒന്ന് എരിയും പുളും ചേർത്ത് ഇതിങ്ങനെ നിലനിർത്തും. അത് കഴിയുമ്പോൾ ഇത് പിന്നെ നിയമസഭാ ഇലക്ഷന് വരുമ്പോൾ വീണ്ടും അടുത്ത റെക്കോർഡിങ്സുമായിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ഈ കേസ് പിന്നെ വീണ്ടും അന്വേഷണം വരുന്നത് ആ നിയമസഭാ ഇലക്ഷൻ ആയിരിക്കും എന്ന് വേണം കരുതാൻ.